സ്നേഹം അങ്ങനെയുമുണ്ട്. ഏതു മുറിവും സഹിച്ചുകൊണ്ട്, ഏത് അവമാനവും സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞുകൊണ്ട്. നെവാനദിക്കരയിൽ മഞ്ഞു പെയ്യുന്നുണ്ട്. നേർത്ത നിലാവുമുണ്ട്. ഏതോ വിസ്മൃതിയിൽ മുഴിയതുപോലെയായിരുന്നു നദിക്കരയിലെ മരങ്ങൾ. അഭൗമമെന്ന് തോന്നിപ്പിക്കുന്ന നിശബ്ദമായ ഒരു രാത്രി. ദൂരെ നെവാനദിയുടെ വളവിനും അപ്പുറത്തെ ഏതോ വിദൂരതയിലേക്കായിരുന്നു ദസ്തേവസ്കിയുടെ ദൃഷ്ടി. നദിയുടെ വിദൂരതയിൽ നിന്ന് കണ്ണെടുത്ത് ദസ്തേവസ്കി അന്നയെ നോക്കുമ്പോൾ ഏതോ ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നതിൻ്റെ വിഭ്രാന്തിയോടെ അവൾ മിഴിച്ചു നോക്കി. ദസ്തേവസ്കി വളരെ പതിഞ്ഞ സ്വരത്തിൽ അന്നയോട് പറഞ്ഞു, കുറേ നാൾ മുമ്പ് ഞാൻ എൻ്റെ ഹൃദയം പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ ഓർക്കുന്നില്ല അതെവിടെയാണെന്ന്. എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ അത്? എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത്? ഹൃദയത്തിന്മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു എഴുത്തുകാരൻ്റെ കഥ മറ്റൊരു എഴുത്തുകാരൻ ഹൃദയം കൊണ്ടെഴുതിയ കവിതയാക്കി മാറ്റി. ഒരു സങ്കീർത്തനം പോലെ.